சாமி சாமி என்ன சாயா என்ன சாமி பாக்குது என் கல்யாணி பாரு சாமி என்ன அழகு എന്താണ് കരയുന്നത്? എടാ നിന്റെ അപ്പന്റെ ഫോട്ടോ അല്ല നിന്റെ ഫോട്ടോയാ? 15 வருஷத்துக்கு முன்னாடி இறந்து போன என் அப்பாவோட போட்டோ எப்படி கிடைச்சு சாமி? എടാ കാട്ടുമാക്കാനെ ഇത് നിന്റെ ഫോട്ടോയാ, നിന്റെ അപ്പന്റെ ഫോട്ടോ അല്ല. അല്ല சாமி ഈ സത്തുപോയ എന്റെ അപ്പ ഉമ്മ. നിന്റെ അപ്പൻ എപ്പോഴാ ഇറന്നു പോയത്? എനിക്ക് ചിന്ന വയസ്സിലെ ആസ്മ വന്നത്. വൈദ്യുതി വന്ന് ഉള്ളിപ്പുലിനകം അരത്ത് സാപ്പിട്ട ദീനം ഭേദാകം சொல்லி அப்ப அதுக்கு காட்டுக்கு போனேன். 5 நாளுக்கு அப்புறம் ഉള്ളിപ്പുലിനകോ? அல்ல என் அப்பாவோட நகம் ബാക്കി எல்லாமே പുലി സാപ്പിട്ട്. அப்பா കാട്ടുമാക്കാനെ ഇത് നിന്റെ അപ്പന്റെ ഫോട്ടോ അല്ല നിന്റെ ഫോട്ടോയാണ്. ഇത് അപ്പதான். നിന്റെ സംശയം ഞാൻ തീർത്തരാം. அப்பா அப்பா നോക്കടാ. അപ്പാവിടെ വേറെ പണം സാമി. അപ്പ കരയണപ്പാ കരയാതപ്പാ കരയാതെ കരയാതപ്പാ അപ്പാ. എടാ ഇത് നിന്റെ രൂപം തന്നെയാണ്, നിന്റെ അപ്പനല്ല. നീ തന്നെയാണ് അപ്പാവിടെ കൂടെ സാമി. ഉങ്കിലും അപ്പാവിടെ നൻപനാ. உங்களுக்கு அப்பாவை தெரியுமா? ஐயோ அப்பா கரையாதப்பா கரையாத கரையாதப்பா. മല്ലേശ്വരനോടിലെ കല്യാണിയും എൻ്റെ സ്നേഹം ഒന്നാണെന്ന് ഞാൻ കരുതി. അതെൻ്റെ മനസ്സിൻ്റെ ആവശ്യം. നോക്കിക്കോ, സ്നേഹം എന്തായാലും ഏട്ടൻ്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരും. ക്ലോസ് യുവർ ഐസ്. എന്താ? കണ്ണൊന്ന് അടക്കേ. കണ്ണടയ്ക്കാനോ? എന്ത് മാജിക് കാണിക്കാനാ? കണ്ണൊന്ന് അടച്ചാൽ കാടെന്താണെന്ന് ഞാൻ കാണിച്ചുതരാം. ശരി. ഒന്നുമില്ല. നിന്നെ അതുലും ചെയ്തോ? അയാളടുത്ത് ദൂരെ കളഞ്ഞു. നിനക്ക് എന്താ അയാളോട് ഇത്രമാത്രം സംസാരിക്കാൻ? ഞാൻ സംസാരിച്ചില്ലല്ലോ, ഞാൻ കേട്ടതല്ലേ. എന്താ കേട്ടത്? അയാളുടെ ആത്മകഥ. ആ പാലപ്പൂവിന്റെ മണം വരുന്നു. ഇനിയിപ്പോ ഗന്ധർവന്മാർ ഇറങ്ങാൻ തുടങ്ങും. ഗന്ധർവയാമായി പോയിക്കാൻ തുടങ്ങിക്കോ. വട്ടാന്നാ തോന്നുന്നു. എടോ, അരമണിക്കൂർ ഞാനും മയങ്ങാം. അപ്പോഴത്തെ കാര്യങ്ങളൊക്കെ ശരിയാവും. അല്ല ഇതെന്ത് ഉറക്കളപ്പ് സമരോ? എന്തിനു വിറക്? അതൊക്കെ ഉണ്ട്. കത്തിക്കാനാ? കത്തിക്കാനും പത്തിക്കാനും ഒന്നുമില്ല, തീ കായനാ. ഇന്ന് എനിക്ക് ഉറക്കമില്ല. ഞങ്ങൾക്കും ഇനി ഉറക്കമില്ല. ഉറങ്ങുന്നില്ലെങ്കിൽ വേണ്ട. മല്ലീശ്വരം മുടിന്ന് മടങ്ങി പോന്നപ്പോ കല്യാണിക്ക് വിഷമായി കാണൂലേ? അത് ശരി. അതിനിടയ്ക്ക് ഞാൻ പറഞ്ഞാൽ നോട്ടീസ് അടിച്ചല്ലേ? ആരും മടങ്ങിപ്പോയിന്നാ? ആരും എങ്ങോട്ടും പോയില്ല. പോകാൻ വിട്ടില്ല ദൈവം തമ്പുരാൻ. കല്യാണിക്ക് വിഷമായി എന്നുള്ള സത്യ. പക്ഷെ ഞാൻ പോയതുകൊണ്ടല്ല, അവിടെ അപ്പനാ പോയത്. എങ്ങോട്ട് പോയി? ഒടുക്കെ എല്ലാരും പോകുന്നിടത്തേക്ക് തന്നെ പോയി. തട്ടിപ്പോയി. അങ്ങനെ അവളുടെ കുടിൽ അവൾ ഒറ്റയ്ക്കായി. അവളെ നോക്കാൻ ആരുമില്ല. തികച്ചൊരു അനാഥക്കുട്ടി. കാട്ടിലായാലും നാട്ടിലായാലും പെണ്ണൊറ്റയ്ക്കായ പ്രശ്നമാണ്.
എന്ത് പറ്റിയില്ലേടി? വല്ല കുറുക്കനെ പുലിയോ മറ്റേ കണ്ട് പേടിച്ചോ? ഓ, ഇവനാണ്. அப்ப இல்லாதோண்டு எப்பவும் வந்து தொல்லை பண்ணிட்டே இருக்கு. ഇനിയിപ്പോ ഞാൻ എന്താ വേണ്ടത്? വീട്ടിൽ കൊണ്ടാക്കട്ടെ? വേണ്ട, அந்த ആൾ ഇനി വരും. എന്നാ പിന്നെ ഇന്ന് ഞങ്ങളുടെ ടെന്റിൽ താമസിക്കുന്നു. ടേക്ക്. കല്യാണി, കല്യാണി, ഇവിടെ മാറി മാനം കേട്ടോളെ. നീങ്ങളാ പുലിപ്പടം പിടിക്കാൻ വന്ന ആള്? അതെ. നിങ്ങൾ ഈ കാടിന്റെ നിയമം തെറ്റിച്ച് കല്യാണി ഇവിടെ പിടിച്ചു വെച്ചിരിക്കുക. ഇറക്കിവിട്. ഞാൻ ആരെയും പിടിച്ചു വെച്ചിട്ടില്ല. എനിക്ക് നിയമവശോട്ട് അറിയാനും വയ്യ. കാട്ടിലായാലും ശരി നാട്ടിലായാലും ശരി ഞാൻ ഒരു നിയമം ലംഘിക്കാറില്ല. കല്യാണി, ഇതാ വരുന്നു. ചോദിക്ക. നീ ഇവൾക്ക് സമ്മതമാണെങ്കിൽ ഇവിടെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും കൊണ്ടുപോകാം. സമ്മതം അല്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. എന്റെ പൊന്നൻ ചൊന്നത് ഉണ്മയാ. ഒന്നെ ഇങ്ങ് പിടിച്ചു വെച്ചിരിക്കാ. ഇല്ല, എടി, നിന്റെ പൊണ്ണനാ പറയുന്നത്. നീ വാ എന്റെ കൂടെ. നീ എന്റെ കാരുമല്ല, ദ്രോഹി. മൂപ്പ എന്നെ പിടിച്ചിട്ട് പോകാതെ മൂപ്പ. എന്നെ എന്നെ ഇവൻ കൂടെ വിടാതെ മൂപ്പ. കല്യാണി ഇങ്ങനെ വിടാതെ സ്വാമിയെ. എന്താ കരടി അവളെ കൊല്ലും. ഇടനിയാ, ഞാനും കാട് കുറെ കണ്ടതാ. മൂപ്പ, ഇനി കല്യാണി ഇവിടെ നിന്ന് കൊണ്ടുപോയാലാണ് കാട്ടിലെ നിയമം തെറ്റുന്നത് അല്ലേ? എനക്ക് ആരുടെ ഒത്താശ ഒന്നും വേണ്ട ഇവിടെ പോറ്റാൻ. ഇവിടെ വാടി. ഈ കുട്ടി 4 ലക്ഷം പഠിച്ചത് നീയാണെന്ന് കേട്ടു. അപ്പൊ നീ കാടുമല്ല നാടുമല്ല, രണ്ടും കെട്ട അവസ്ഥയാണ്. നിന്നെ കണ്ടപ്പോഴേ ഞാൻ കരുതുക ഇത് നല്ല രീതിയിൽ തീരില്ലെന്ന്. നീ കളിക്കുന്ന പൊന്നനോടാ, പൊന്നനോട്. അത് മറക്കണ്ട. ഇനി ആരൊക്കെ എതിർത്താലും ശരി, കല്യാണിക്ക് സമ്മതമാണെങ്കിൽ അവൾ ഇവിടെ താമസിക്കും, ഈ ടെന്റിൽ. കാര്യങ്ങൾ ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ആ പാവത്തിന് അവിടെ വിട്ടിട്ട് പോരാൻ തോന്നിയില്ല. നടാഷയെ ഒരുപാട് നിർബന്ധിച്ചു നമുക്ക് കല്യാണിയെ ബോംബെ കൊണ്ടുപോകാൻ. ചോദിച്ചപ്പോൾ കല്യാണിക്ക് 100 സമ്മതം. എങ്ങനെയാണ് സിറ്റുവേഷൻ? ഒരു പറിച്ചു നടൽ. എന്നിട്ട് തേവരോടും കുട്ടികളോടും യാത്ര പറഞ്ഞിട്ട് വേഗം വരാമെന്ന് പറഞ്ഞിട്ടാ അവിടെ നിന്ന് ടെന്റിൽ നിന്ന് പോയത്. അണ്ണാ, എന്നടാ കല്യാണിക്ക് കാണാനില്ല. കാണാനില്ലേ? കാട്ടിൽ മുഴുവൻ ആൾക്കാർ തെരഞ്ഞോണ്ടിരിക്കുക. கல்யாணி உன் கூட தானே தங்கியிருந்த? അതെ. அவளை கிடைக்க வரைக்கும் நீ எங்கேயும் போக கூடாது. புரியுதா? அவளுக்கு ஏதாவது ஆச்சுன்னா நீ பதில் சொல்லி தாகணும். இனி தேடுறதுக்கு காலங்குழி மட்டும்தான் இருக்கு. வாங்கடா. ഇവനറിയാം കല്യാണിക്ക് എന്താ പറ്റി. ഈശ്വര, ആ കുട്ടി എങ്ങോട്ട് പോവാനാ? എങ്ങോട്ടും പോയിട്ടുണ്ടാവില്ല. ഇനി ആ പൊന്നൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവോ? പിന്നെ ഈ കല്യാണിയെ പറ്റി ഇതുവരെ ഒരു വിവരവും ഇല്ല. ഒരു കിളിത്തൂവൽ പാറിപ്പോയതുപോലെ അവൾ ഈ താഴ്വരയിൽ നിന്ന് മാഞ്ഞുപോയി. മൂപ്പനടക്കമുള്ളവർക്ക് എന്നെയായിരുന്നു സംശയം. സത്യം അറിയുന്നതിന് മുമ്പ് ഞാൻ അവിടെ വിട്ട് പോയാൽ അതൊരു ഒളിച്ചോട്ടോ. അതുകൊണ്ട് ഞാനങ്ങും പോയില്ല. എവിടെ പോവാൻ? എന്നോട് അടുക്കുന്നവരൊക്കെ എന്നെ വിട്ടു പോവുകയാണ്. അതാണ് എൻ്റെ വിധി. മതി എൻ്റെ കഥ കേട്ടത്. നേരം വിളിച്ചാൽ അതേ സമയമില്ല. ഒരുപാട് ദൂരം യാത്ര ചെയ്യാനല്ലോ അല്ലേ? പോയിക്കിടന്ന് തുടങ്ങി. ഞാനും ഏതാണ്ട് എത്തേണ്ടടുത്ത് എത്തി. അപ്പോൾ ഈ കാട്ടിൽ നിന്ന് ബോംബെയിലേക്ക് എപ്പോഴാണ് മടങ്ങിപ്പോണേ? മടങ്ങണം. പക്ഷേ അതിനു മുമ്പ് എനിക്ക് കുറച്ച് ജോലിയോട് ചെയ്തു തീർക്കാനുണ്ട്.